ഈ വീട്ടിലൊരു പൂജ നടക്കുമ്പോ അത് അലമ്പിക്കളയാനും ഇവിടേക്ക് വരാനും നിന്നെ അവൾ ചുമതലപ്പെടുത്തിയാല് നീ അത് ചെയ്യോ? സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ സാറുമായിട്ട് ഒരു ബലപ്രയോഗത്തിന് എനിക്ക് താല്പര്യമില്ല. ഇത് സാറിന് മാത്രം അവകാശപ്പെട്ട വീടല്ല. മഹാലക്ഷ്മിക്ക് കൂടി സാറിന്റെ സർവ്വ സ്വത്തിനും ഇപ്പൊ അവകാശമുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മി ഇവിടെ വന്നൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ ഞാനത് ചെയ്തിരിക്കും. അതിന് നിനക്ക് അവള് ശമ്പളം തരുന്നുണ്ടോ? ശമ്പളം വാങ്ങിയിട്ടാണോ ഇതിനു മുമ്പ് സാറിന് വേണ്ടിയും മഹാലക്ഷ്മിക്ക് വേണ്ടിയും ഞാൻ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? അതിന് സാർ എനിക്ക് പണവും ജോലിയും വാഗ്ദാനവും ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അതൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് തള്ളിയിട്ടേ ഉള്ളൂ. ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമം വന്നാ കൂടെ നിൽക്കും. അതെന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ സ്വഭാവ. ഇവിടെ ഒരു പൂജ നടത്തുന്നത് വളരെ രഹസ്യമായിട്ടാ. അതെങ്ങനെ നീ അറിഞ്ഞത്? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് മനസ്സില്ലടാ. എനിക്ക് സൗകര്യമില്ല. ബാക്കി എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഇനി നീയാണ് ബാക്കിയുള്ളത്. തല്ലേരെന്ന് വാങ്ങരുത്. സകല ഗുണ്ടകളും വീട്ടിൽ കയറി ഇറങ്ങുവാ. ഞങ്ങൾ ഗുണ്ടാളാ. എന്നാലേ ഗുണ്ടായുസം കാണിക്കുന്നത് ദൈവന്റെയും ഇയാളെയും പോലുള്ള ആൾക്കാരുടെ അടുത്താ. അല്ലാത്തവരെ നെഞ്ചോട് ചേർത്ത് നിർത്തും. സാറേ, സാറും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരില് സ്നേഹം കാട്ടി അടുത്തു കൂടിയവരൊക്കെ സാറിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരാ. അത് സാറിനും അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ മുഖവും മൃഗത്തിന്റെ സ്വഭാവമുള്ള ഇവനെയൊക്കെ അധികം താലോലിക്കാതെ അകറ്റി നിർത്തുന്നത് തന്നെയാ നല്ലത്. നിന്നെ വിശ്വസിച്ചതാടാ ഇവന് പറ്റിയ തെറ്റ്. കണ്ണ, എന്റെ മോനെ കൊല്ലാതെ കൊന്ന പോലെ നാളെ നിന്നെയും തീർക്കാൻ പറയും ഇവനോട്. ഒരു കല്യാണത്തിലൂടെ നിന്റെ ജീവിതം തൂത്തെറിയാൻ ശ്രമിച്ചവൾ. അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു പൂജ നടക്കുന്ന സമയത്ത് ഇവനെ പോലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? ഇത് കണ്ണേട്ടന്റെ അച്ഛനെ ആവാഹിക്കുന്ന പൂജയല്ലേ? കണ്ണൻ സാറിന്റെ അച്ഛനെ അങ്ങനെ ആവാഹിക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങനെ ആവാഹിക്കാനുള്ള പൂജ തരപ്പെടുത്തി തരാം. നിന്റെ അച്ഛനെ തല്ലിക്കൊന്നു കഴിയുമ്പോ നീ ഇപ്പൊ പോയ മന്ത്രവാദിയെ വിളിച്ചിട്ട് ആവാഹനവും ഉച്ചാടനവും ഒക്കെ നടത്ത്. അതാണ് നല്ലത്. അന്ന് ഈ പാമ്പിനെയൊക്കെ നോവിച്ചു വിടും പോലെ ഒന്ന് നോവിച്ചു വിട്ടതാ. അതുകൊണ്ടും അവനും അവന്റെ അമ്മയും നീയും പഠിച്ചില്ലെങ്കിലേ നിന്റെ ചത്ത പാമ്പിന് നിനക്ക് കർമ്മം ചെയ്യേണ്ടി വരും. ആ വിഷപ്പാമ്പിനെ ഞാൻ തല്ലിക്കൊല്ലുമെന്നാ പറഞ്ഞു വന്നത്. അയ്യോ, നീ വലിയ ഭീഷണിയൊന്നും മുഴക്കണ്ട. അതും എന്റെ വീട്ടുമുറ്റത്ത് നിന്നോണ്ട്. ഇത് ഭീഷണിയല്ല കണ്ണൻ സാറേ, ഒരു താക്കീതാ. കണ്ണൻ സാർ ഒഴിച്ച് ഈ നിൽക്കുന്ന എല്ലാവരും എന്റെ പരിധിക്കുള്ളിലാ. കണ്ണൻ സാർ ഒഴിച്ച എല്ലാവരെയും ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുക. താനൊന്ന് വീണതല്ലേ തട്ടിന്റെ പുറത്തുനിന്ന്. ഇനി അതിനേക്കാളും വലിയ വീഴ്ച വീഴണോ? മര്യാദയ്ക്ക് അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ച എല്ലാവർക്കും കൊള്ളാം.